ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഒരു നൈറ്റി മെറ്റീരിയലാണ്. എൻ്റെ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇത് നൈറ്റി മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാനൊരു 3 ഒരുമിച്ച് എടുത്തുകൊണ്ട് അത് വെച്ചിട്ട് ഓരോ മോഡൽ ചെയ്യുന്നതുകൊണ്ടാണ് നൈറ്റി മെറ്റീരിയൽ കൊണ്ടുള്ള വീഡിയോ തന്നെ ആവുന്നത്. ഇന്നൊരു ഫ്രോക്ക് നൈറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതാ മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറേ നാളുകളായിട്ട് കണ്ടിട്ട് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇപ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ 2 പാർട്ടായിട്ടാണ് ഇതെടുക്കുന്നത്. ബോഡി പാർട്ടും സ്കേർട്ടിൻ്റെ പാർട്ടും 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ ഫീഡിങ്ങിൻ്റെ സിബ് ഓപ്ഷൻ വെക്കുന്നത് കൊണ്ടാണ് 2 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോഡി പാർട്ടിന് ഞാൻ 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 13 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 14 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാൻ നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്ക് 5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ബോക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ഡിസൈന് വേണ്ടിയിട്ട് ഇത് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ മോഡലാണ് ഫ്രണ്ട് നെക്ക് ചെയ്യുന്നത്. സ്ക്വയർ അല്ല, ചെറുതായിട്ടൊരു ചെറിയ രീതിയിലൊരു മാറ്റം. അപ്പോൾ ബാക്ക് നെക്ക് ഞാൻ 3 ഇഞ്ചിന് എടുക്കുന്നത്. അത് നോർമൽ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാൻ 3 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. അതുപോലെ ആം ഹോള് 6.5 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത് 9.5 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ എത്രയാണോ ചെസ്റ്റ് റൗണ്ട് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 9.5ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 11.5 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ അളവ് ഞാൻ 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 10.5 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടുന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം. ഈ മാർക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സിബ് ചെയ്യുന്നത് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഫീഡിങ് ഓപ്ഷൻ വേണമെന്നുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തോ, അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് ഇതാ ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത്. അടുത്തത് ഇതായിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി താഴത്തെ ഭാഗത്ത് സ്കേർട്ടിൻ്റെ ഭാഗത്തുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പീസ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അളവിന് 10.5 ഇഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം. അവിടുന്ന് നമ്മൾ പിന്നെ താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ലെങ്ത്ത് എടുക്കാം. ഞാനിവിടെ 30.5 ഇഞ്ചിനാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി അവിടുന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ താഴത്തെ ആ ഭാഗത്തൊന്ന് കയറ്റി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിലൂടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രില്ലിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 15 ഇഞ്ച് കണക്കായിട്ടാണ് ഇപ്പോൾ പീസ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് ഒരു 4 ഇഞ്ച് കണക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പീസ് ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴത്തെ പീസ് 3 പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം അളവ് 14-15 ഇഞ്ച് വരുന്നുണ്ട്. ഇതും 4 ഇഞ്ച് തന്നെയാണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ 3 ഫ്രിൽസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 പീസുകൾ പിന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ ഭാഗം എത്രയാണോ ലെങ്ത്ത് എടുത്തത് അപ്പോൾ അതിൻ്റെ നേരെ ഡബിളാണ് ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്രോസ് പീസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസ് 2 പീസ് ഇതുപോലെ വെച്ചിട്ട് ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ഞാൻ സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷമുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സിബ് ചെയ്തുകൊണ്ട് 2 പാർട്ടായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പീസാണ്, 2 സൈഡിലേക്കും നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിലുള്ള 2 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ബാക്ക് നെക്ക് ചെയ്തതുപോലെ നല്ല വശവും പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് അതേ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എഡ്ജുകളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ പോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സിബിൻ്റെ ആ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡ് ഷോൾഡറും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളെ ബോഡി പാർട്ടും സ്കേർട്ടിൻ്റെ പാർട്ടും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത് മിസ്സായി. അപ്പോൾ ഞാനത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ സെയിം സ്ലീവ് തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ബാക്ക് ഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ താഴത്തെ പാർട്ട് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രിൽസിൻ്റെ പീസൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം അതും അതുപോലെ തന്നെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കുട്ടി കുട്ടി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. 3 ഫ്രിൽസ് ഉള്ളത് കൊണ്ട് പ്ലീറ്റ്സ് ഇടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം താഴത്താണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 3.5 ഇഞ്ചിന് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ആണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടതിൻ്റെ മുകളിലൂടെ ആണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും താഴത്തെ ഫ്രില്ല് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 ഇഞ്ചിനാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ചിന് എല്ലായിടത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ഫ്രില്ല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ 3 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ പീസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്തപ്പം ഒരു ഫ്രില്ലിനും കൂടിയുള്ള പീസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ബാക്ക് സൈഡിലും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ പാർട്ടാണ്. നമ്മൾ സൈഡ് ഭാഗം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. ഒരു ചെറിയ ബ്ലൂ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ 3 ഫ്രിൽസും അതുപോലെ ബാക്കിൽ ഒരു ഫ്രില്ലും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലായാലും അത്യാവശ്യം ഒന്ന് പുറത്ത് പോകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്